ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ ബഹാവുദ്ദീൻ. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ആണ്. അതെ, അതായത് നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് 100% ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ഓക്കെ അല്ലേ? സോ എങ്ങനെയാണ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് നമുക്ക് നോക്കിയാലോ. സോ വെൽക്കം ടു അനദർ വീഡിയോ. സോ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക? വാ പറഞ്ഞുതരാം, നോക്കാം. ക്വസ്റ്റ്യൻ ജൽജിയിലേക്ക് ഒന്ന് വായിച്ചേ. സൂസൻ, സോഹൻ ആൻഡ് സുനിൽ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ഓൺ 1st January 2022 സുനിൽ റിട്ടയർസ്. മക്കളെ, ആരാ ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്? സുനിലാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ on his date of retirement, ₹45,000 become due to him. അതായത് സുനിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് 45,000 രൂപ നമ്മൾ ആർക്ക് കൊടുക്കാനുണ്ട്? സുനിലിന് കൊടുക്കാനുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നും ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് എന്ത് കൊടുക്കേണ്ടി വരും? ക്യാഷ് കൊടുക്കേണ്ടി വരും, പണം കൊടുക്കേണ്ടി വരും അല്ലേ? ഇവിടെ സുനിലാണ് റിട്ടയർ ചെയ്യുന്നത്. സുനിൽ നമ്മൾ എത്ര കൊടുക്കാനുണ്ട്? 45,000 രൂപ കൊടുക്കാനുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ. ബാക്കി നോക്കാം. സൂസൻ ആൻഡ് സോഹൻ പ്രോമിസ് ടു പേ ഹിം ഇൻസ്റ്റാൾമെന്റ്സ് എവറി ഇയർ അറ്റ് 31st December. എന്ന് വെച്ചാൽ സൂസനും സോഹനും കൊടുക്കാൻ തീരുമാനിച്ചു. എങ്ങനെ? എല്ലാ വർഷവും ഡിസംബർ 31-ാം തീയതി കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അതെങ്ങനെ കൊടുക്കും? ദ പേയ്മെന്റ് ഇസ് മെയ്ഡ് 3 yearly ഇൻസ്റ്റാൾമെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് അറ്റ് 10% പെർ ആനം ഓൺ ദി അൺപെയ്ഡ് ബാലൻസ്. എന്ന് വെച്ചാൽ വെയിറ്റ് സബർഗരോ പറഞ്ഞുതരാം. അതായത് 45,000 രൂപയാണ് ആർക്ക് കൊടുക്കാനുള്ളത് മക്കളെ? നമ്മുടെ സോഹന് കൊടുക്കാൻ, നമ്മുടെ സുനിലിന് കൊടുക്കാനുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ 45,000 എങ്ങനെ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ദ പേയ്മെന്റ് ഇസ് മെയ്ഡ് 3 yearly ഇൻസ്റ്റാൾമെന്റ്സ്. അതായത് 3 വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും നമ്മൾ പണം കൊടുക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നും ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പണം 2 രൂപ നമുക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് ഇപ്പോൾ സുനിൽ റിട്ടയർ ചെയ്തില്ലേ, സുനിലിന് 2 രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണം കൊടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നെങ്ങനെയാ? മുഴുവൻ എമൗണ്ടും സിംഗിൾ ടൈമായിട്ട് കൊടുക്കാം. അതായത് ഈ 45,000 രൂപയും ഒറ്റ തവണയായിട്ട് ക്യാഷ് ആയിട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? സുനിലിനെ സെറ്റിൽ ചെയ്യാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി അതല്ലാന്നുണ്ടെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫേമിൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും ഫേം എന്ത് ചെയ്യുക? ഈ പണം അടച്ചു തീർക്കുക. പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് സുനിൽ റിട്ടയർ ചെയ്തു, സുനിലിന് എത്ര കൊടുക്കാനുണ്ട് മക്കളെ? 45,000 റുപ്പീസ് സുനിലിന് കൊടുക്കാനുണ്ട് അല്ലേ? സോ ഈ 45,000 എങ്ങനെയാണ് കൊടുക്കുക? 3 ഘട്ടങ്ങളായിട്ടാണ്, 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എത്ര വീതം? അതായത് 45,000 ഡിവൈഡ് ബൈ 3, അതായത് 15,000 രൂപയായിരിക്കും കൊടുക്കുക ഓരോ വർഷവും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അത് കൂടാതെ ഇൻസ്റ്റാൾമെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് അറ്റ് 10% പെർ ആനം ഓൺ ദി അൺപെയ്ഡ് ബാലൻസ്. അതായത് 15,000 രൂപ മാത്രമാണ് ഒരു വർഷം കൊടുക്കുക. അല്ല, അതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടി കൊടുക്കും? 10% ഇൻട്രസ്റ്റും കൂടി നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ഓരോ വർഷവും നമ്മൾ ആർക്ക് കൊടുക്കണം? സുനിലിന് കൊടുക്കണം. എപ്പോഴാണ് പേയ്മെന്റ് കൊടുക്കുക? 31st December, വർഷത്തിന്റെ അവസാനത്തിലായിരിക്കും പേയ്മെന്റ് കൊടുക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഒന്നും കൂടി ക്വസ്റ്റിനെ ബ്രീഫ് ചെയ്യാം. സുനിലാണ് റിട്ടയർ ചെയ്യുന്നത്. സുനിലിന് 45,000 റുപ്പീസ് കൊടുക്കാനുണ്ടായിരുന്നു. ഇത് കമ്പനി എന്ത് തീരുമാനിച്ചു? ഫേം എന്ത് തീരുമാനിച്ചു? 3 വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കും. എത്ര വീതം? 45,000 ബൈ 3, ദാറ്റിക്കല് 15,000 ആയിരിക്കും ഓരോ വർഷവും കൊടുക്കുക. സെറ്റ് അല്ലേ? ഇനി ഈ 15,000 മാത്രമാണ് ഓരോ വർഷം കൊടുക്കുക? അല്ല, പ്ലസ് ഇൻട്രസ്റ്റ് 10% പെർ ആനം, 10% ഇൻട്രസ്റ്റും കൂടെ നമ്മൾ ആർക്ക് കൊടുക്കും മക്കളെ? സുനിൽ കൊടുക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ ഇതാണ് സുനിൽ ലോൺ അക്കൗണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സാമിനേഷൻ ചോദിക്കാം. 4 മാർക്കിനോ 3 മാർക്കിനോ 5 മാർക്കിനോ വരെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ലോൺ അക്കൗണ്ട് എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക? പിടിച്ചോ, ടെക്നിക്ക് എന്നാ പിടിച്ചോ, പിടിച്ചോ, നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അതായത് ലോണ് പണം കൊടുക്കാനുണ്ടെങ്കിൽ, നമ്മളാണല്ലോ ഫേം, ഓക്കെ അല്ലേ? സുനിൽ പണം കൊടുക്കാനുണ്ടെങ്കിൽ ആ കൊടുക്കാനുള്ള പണത്തെ നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യണം മക്കളെ? ക്രെഡിറ്റ് സൈഡിലേക്ക്. എങ്ങനെ? കൊടുക്കാനുണ്ടെങ്കിൽ എവിടേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം? ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ പണം കൊടുത്തു കഴിഞ്ഞാലോ? പണം കൊടുത്താൽ, അതായത് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യണം? ഡെബിറ്റ് സൈഡിലേക്കും റെക്കോർഡ് ചെയ്യണം. ടാക്ടിക്സ് കിട്ടിയോ? ഓ എന്താ? അതായത് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, സുനിലിന് പണം കൊടുക്കാനുണ്ടെങ്കിൽ എവിടെ റെക്കോർഡ് ചെയ്തിരിക്കണം? ക്രെഡിറ്റ് സൈഡാണ് റെക്കോർഡ് ചെയ്തിരിക്കേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി പണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടത്. സംഭവം ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ പിടിച്ചോ. ഓൺ 1st January 2022, January 1, 2022 സുനിൽ എത്ര രൂപയാണ് കൊടുക്കാനുണ്ടായിരുന്നത്? 45,000. മക്കളെ, നിങ്ങളൊന്ന് ജില്ലാക്കി ആലോചിച്ച് നോക്കിയേ. സുനിലിന് 45,000 കൊടുക്കാനുണ്ട്. നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യുക?
ഡെബിറ്റ് സൈഡിലായിരിക്കോ ക്രെഡിറ്റ് സൈഡിലായിരിക്കും റെക്കോർഡ് ചെയ്യുക? എക്സാക്ട്ലി എവിടെയാ കൊടുക്കാനുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ജിൽജിലാക്കി ഡേറ്റ് റെക്കോർഡ് ചെയ്യും. ഏതാ 1/1/2022 22 അല്ലേ 2022. എന്ത് പറഞ്ഞ റെക്കോർഡ് ചെയ്യുന്ന അറിയാവോ? സുനിൽസ് ക്യാപിറ്റൽ. എന്താണ്? സുനിൽസ് ക്യാപിറ്റൽ. എത്രയാണ് കൊടുക്കാനുള്ളത് മക്കളെ? 45,000 rupees ആണ് കൊടുക്കാനുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ? സെറ്റ് അല്ലേ എല്ലാവർക്കും? സെറ്റ് അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടാണെങ്കിൽ, ഓരോ വർഷത്തിൻ്റെയും അവസാനത്തിൽ നമ്മൾ എന്തുകൂടെ കൊടുക്കാനുണ്ടാവും സുനിലിന്? 10% പലിശ കൂടെ നമ്മൾ ആർക്ക് കൊടുക്കണം? സുനിലിന് കൊടുക്കേണ്ടതായിട്ട് വരും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ വർഷവും നമ്മൾ 45,000 മാത്രമാണ് കൊടുക്കാനുള്ളത് അല്ല, ഓരോ വർഷവും എന്തുകൂടെ കൊടുക്കേണ്ടി വരും? 10% പലിശ കൂടെ നമ്മൾ ആർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും മക്കളെ? നമ്മൾ സുനിലിന് കൊടുക്കേണ്ടതായിട്ട് വരും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെ? 31 ഡിസംബർ 2022. എപ്പോഴാണ് പലിശ കാൽക്കുലേറ്റ് ചെയ്യുക? ഡിസംബറിലായിരിക്കും. അതായത് വർഷത്തിന്റെ അവസാനത്തിലായിരിക്കും നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്ലിയർ. എത്രയായിരിക്കും ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടാവുമെന്ന് അറിയാമോ? ശ്രദ്ധിച്ച് കേൾക്കുക. 45,000 സുനിൽ കൊടുക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ 45,000 10%, അതായത് 45,000 ഇൻറ്റു 10%, ദാറ്റ് ഈക്വൽ ടു എത്ര കിട്ടും? 4,500. ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ജനുവരി 1-ാം തീയതി സുനിൽ 45,000 കൊടുക്കാനുണ്ടായിരുന്നു. സോ കൊടുക്കാനുണ്ടെങ്കിൽ എവിടേക്ക് റെക്കോർഡ് ചെയ്തു? ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്തു. എല്ലാവർക്കും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി വർഷത്തിന്റെ അവസാനത്തിൽ എന്തുകൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും? പലിശ കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും. നിങ്ങൾ സിമ്പിളാക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു. സോ തിരിച്ചടയ്ക്കുന്ന സമയത്ത് നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ മാത്രം തിരിച്ചടയ്ക്കേണ്ടി വരാം അല്ല, പലിശ കൂടെ കൊടുക്കേണ്ടി വരും അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? സോ പലിശ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്തതിനെ? നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും. എത്ര? 45,000 ഇൻറ്റു 10%, 4,500. 45,000 എന്ന് പറഞ്ഞാൽ അടയ്ക്കാൻ ബാലൻസ് ഉള്ള, കൊടുക്കാൻ ബാലൻസ് ഉള്ള പണം എത്രയാണോ അതിൻ്റെ മുകളിൽ 10%. 10% എവിടെ നിന്ന് കിട്ടി? ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് 10% പലിശ എന്നുള്ളത്. സെറ്റ് അല്ലേ എല്ലാവർക്കും? അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? സുനിലിന് പൈസ കൊടുക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പണം കൊടുക്കുമ്പോൾ എത്ര രൂപയാണ് കൊടുക്കുക? ഒരു വർഷം 15,000 കൊടുക്കും, അതിൻ്റെ കൂടെ 10% പലിശ കൂടെ നമ്മൾ കൊടുക്കും. ക്ലിയർ അല്ലേ? എങ്ങനെ? 15,000 രൂപയും സുനിലിന് കൊടുക്കും, അതിൻ്റെ കൂടെ 10% ഇൻട്രസ്റ്റ് നമ്മൾ ആർക്ക് കൊടുക്കും മക്കളെ? സുനിലിന് കൊടുക്കും. സെറ്റ് അല്ലേ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ പണം കൊടുത്താൽ എവിടെയാണ് റെക്കോർഡ് ചെയ്യുക? നമ്മൾ നേരെ ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. ഏതാ ഡേറ്റ്? 31 ഡിസംബർ 2022. എന്ത് പറഞ്ഞ എഴുതും? ഒന്നെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ എഴുതാം, അതല്ലെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞ എഴുതാം. ക്ലിയർ? എത്ര എമൗണ്ട് വരാമെന്ന് അറിയാമോ? ദ എമൗണ്ട് വിൽ ബി 15,000 പ്ലസ് ഈ വർഷത്തെ ഇൻട്രസ്റ്റ് 4,500, ദാറ്റ് ഈക്വൽ ടു 19,500 രൂപയായിരിക്കും വരാം. അതെങ്ങനെ 19,500 കിട്ടിയത്? ശ്രദ്ധിച്ചോ, നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു 15,000 ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട്, വിച്ച് മീൻസ് ഈ 45,000 3 ഘട്ടങ്ങളായിട്ടാണ് കൊടുക്കുക. 15,000 വീതം കൊടുക്കും അല്ലേ? പ്ലസ് എന്തും കൊണ്ട് കൊടുക്കും? ആ വർഷത്തെ ഇൻട്രസ്റ്റും. ഈ വർഷത്തെ പലിശ എത്രയാണ് മക്കളെ? 4,500 ആണ് 2022 പലിശ വന്നിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 4,500 കൂടെ ആരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു? സുനിലിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. സോ എത്ര വന്നു? 15,000 പ്ലസ് 4,500, ദാറ്റ് ഈക്വൽ ടു 19,500. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ദെൻ നോർമലി നമ്മൾ സാധാരണ ലെഡ്ജർ ബാലൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ബാലൻസ് ചെയ്യാം. ബാലൻസ് ക്യാരി ഡൗൺ, ഒന്ന് ജില്ലാക്കി ഒന്ന് ബാലൻസ് ചെയ്യാം. ഓക്കെ, സെറ്റാണ് എന്ന് വിചാരിക്കുന്നത്. സോ ദ എമൗണ്ട് വിൽ ബി എത്രയായിരിക്കും വരാം? 49,500, 49,500. ബാലൻസ് എമൗണ്ട് 30,000, 30,000. ഓക്കെ, ഇനി രണ്ടാമത്തെ വർഷം 2023 കടക്കുമ്പോൾ സുനിലിന് നമ്മൾ ഇനി എത്ര കൊടുക്കാനുണ്ട്? നോക്കിക്കേ, 45,000 രൂപയും 4,500 പലിശയിലും എത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ? 19,500 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി എത്ര കൊടുക്കാൻ ബാലൻസ് ഉണ്ട്? 30,000 രൂപ കൊടുക്കാൻ ബാലൻസ് ഉണ്ട് അല്ലേ? നമ്മൾ നേരെ എവിടേക്ക് റെക്കോർഡ് ചെയ്യും? നേരെ കൊടുക്കാനുള്ള സൈഡിലേക്ക്, ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും. 2023 എന്ത് പറഞ്ഞായിരിക്കും ഇതാ? ബാലൻസ് ബ്രോ ഡൗൺ. എത്ര എമൗണ്ട് വരാം? 30,000, 30,000. ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? വർഷത്തിന്റെ അവസാനത്തിൽ വീണ്ടും പലിശ കാൽക്കുലേറ്റ് ചെയ്യും. 31 ഡിസംബർ 2023 എന്ത് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യും? ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ക്ലിയർ അല്ലേ? എത്ര ഇപ്രാവശ്യം ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരാം? ശ്രദ്ധിച്ച് കേൾക്കുക. 30,000 മാത്രമേ ഇനി കൊടുക്കാൻ ബാലൻസ് ഉള്ളൂ. അല്ലടാ മക്കളെ, 30,000 അല്ലേ ഇനി പേ ചെയ്യാൻ ബാലൻസ് ഉള്ളത് എങ്കിൽ ഈ 30,000 രൂപയുടെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 10% പലിശ, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ജിൽ ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 30,000, 30,000 ഇൻറ്റു 10%, ദാറ്റ് ഈക്വൽ ടു 3,000. 3,000 രൂപയായിരിക്കും ഈ വർഷത്തെ പലിശ വരാം.
പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 30,000 ഈ വർഷത്തിന് തുടക്കത്തിൽ കൊടുക്കാനുണ്ടായിരുന്നു. വർഷാവസാനമായപ്പോൾ 3,000 രൂപ ഇൻട്രസ്റ്റ് കൂടെ നമ്മൾ ആർക്ക് കൊടുക്കാനുണ്ട്? സുനിലിന് കൊടുക്കാനുണ്ട്. ഓക്കെ അല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു? സുനിലിന് പൈസ കൊടുക്കുമ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യും ഡെബിറ്റ് സൈഡിലേക്ക്. ഡേറ്റ് ഏതാ? 31 ഡിസംബർ 2023. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ബാങ്ക് ഓർ ക്യാഷ് എന്ത് വേണം റെക്കോർഡ് ചെയ്യും. ദ എമൗണ്ട് വിൽ ബി 18,000 ആയിരിക്കും എമൗണ്ട് വരാം. അതെങ്ങനെ കിട്ടി? 15,000 രൂപ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും പ്ലസ് ഈ വർഷത്തെ പലിശയായിട്ടുള്ള 3,000 രൂപയും എത്ര കിട്ടി? 18,000 രൂപ. മനസ്സിലായോ? എടാ, അതായത് നമ്മൾ ചോദ്യത്തിന് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, the payment is made 3 yearly installments plus interest at 10% per annum. 45,000 3 ഇൻസ്റ്റാൾമെൻ്റ് ആക്കി മാറ്റും. അതായത് 15,000 കൂടെ 10% പലിശയും നമ്മൾ എന്ത് ചെയ്യും? ഓരോ വർഷവും കൊടുത്തിരിക്കണം അല്ലേ? സോ ഒന്നാമത്തെ വർഷം 45,000 15,000 നമ്മൾ കൊടുത്തു, പ്ലസ് ആ വർഷത്തെ പലിശയായ 4,500 കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 19,500 ഫസ്റ്റ് വർഷം കൊടുത്തു, ഒന്നാം വർഷം കൊടുത്തു. സെക്കൻഡ് ഇയറിലേക്ക് കൊടുക്കുമ്പം 30,000 ആയിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത്, അതിൽ 15,000 നമ്മൾ കൊടുത്തു അല്ലേ? ആ വർഷത്തെ പലിശ എത്ര? 3,000 കൂടെ നമ്മൾ ആഡ് ചെയ്തു. ടോട്ടൽ എത്ര? 18,000 രൂപ. പറഞ്ഞ കാര്യം ക്ലിയർ? ഇതെല്ലാവർക്കും ഓക്കെ ആണോ? സെറ്റ് അല്ലേ? വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഒരിക്കൽ കൂടി ഒന്ന് ബാലൻസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ഒരിക്കൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ബാലൻസ് ചെയ്യുമ്പോൾ 33,000. ഓക്കെ, 33,000. ദെൻ 33,000 മൈനസ് 18,000 ദാറ്റ് വിൽ ബി 15,000. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, ഇനി മൂന്നാമത്തെ വർഷം 2024 1/1/2024 നമ്മൾ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ബാലൻസ് ബ്രോഡ് ഓൺ. എത്ര കൊടുക്കാൻ ബാലൻസ് ഉണ്ട്? ഇനി 15,000 രൂപയാണ് ഇനി നമ്മൾ കൊടുക്കാൻ ബാലൻസ് ഉള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ആസ് യൂഷ്വൽ വർഷത്തിന് അവസാനത്തിൽ ഇയർ എൻഡിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും മക്കളെ? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? എത്രയായിരിക്കും ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ടാവുക? 31 ഡിസംബർ 2024 ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയായിരിക്കും ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ടാവുക? അൺപെയ്ഡ് ബാലൻസ് ഇനി എത്രയാണ് മക്കളെ പേ ചെയ്യാൻ ബാക്കിയുള്ളത്? 15,000 രൂപയല്ലേടാ? സോ അങ്ങനെയാണെങ്കിൽ 15,000 15,000 ഇൻറ്റു 10% ദാറ്റ് വിൽ ബി 1,500 രൂപയായിരിക്കും മക്കളെ എന്ത് വരാ? ഇൻട്രസ്റ്റ് വരിക, പലിശ വരിക. സെറ്റല്ലേ? ഇനി നമ്മൾ ഈ വർഷം പണം കൊടുക്കുമ്പോൾ എത്രയായിരിക്കും നമ്മൾ കൊടുക്കുക? 31 ഡിസംബർ 2023 ബാങ്ക് ഓർ ക്യാഷ് രണ്ടും നമുക്ക് റെക്കോർഡ് ചെയ്യാം. എത്രയായിരിക്കും എമൗണ്ട് വരാം? 16,500 ആയിരിക്കും എമൗണ്ട് വരിക. അതെങ്ങനെ കിട്ടി? 15,000 രൂപ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും പ്ലസ് 1,500 രൂപ എന്തിൻ്റെ എമൗണ്ട് വന്നു മക്കളെ? അതന്നെ, ഏതാണ്? 1,500 ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ആണ്. സോ ടോട്ടൽ എത്ര? 16,500. ഓക്കെ അല്ലേ? സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ തേർഡ് ഇയറിൽ എന്തായി പോകുന്നത്? രണ്ട് സൈഡും ഈക്വൽ ആയി പോകും. 16,500 16,500. ഇത് മനസ്സിലായോ? അപ്പം നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ഇയറിൽ, അതായത് ക്വസ്റ്റ്യന് പറഞ്ഞിരുന്നു ജനുവരി 2022 45,000 കൊടുക്കാനുണ്ടായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു? 45,000 റെക്കോർഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? 31 ഡിസംബറിൽ അതിൻ്റെ പലിശ കാൽക്കുലേറ്റ് ചെയ്തു, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. എത്ര പെർസെൻറ്റേജ്? ക്വസ്റ്റ്യന് പറഞ്ഞ 10% ആണ്. സോ 10% റെക്കോർഡ് ചെയ്തു. എത്ര? 4,500. ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ വർഷത്തിന് അവസാനം നമ്മൾ എന്ത് ചെയ്യും മക്കളെ? അയാൾക്ക് പൈസ കൊടുക്കും, പണം കൊടുക്കും അല്ലേ? സോ പണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും റെക്കോർഡ് ചെയ്യുക? 15,000 ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് പ്ലസ് 4,500 ആ ഇയറിലെ ഇൻട്രസ്റ്റ്. സോ ദാറ്റ് വിൽ ബി 19,500. ക്ലിയർ അല്ലേ? സെക്കൻഡ് ഇയറിലേക്ക് അടുക്കുമ്പോൾ 13,000 rupees ആണ് പേ ചെയ്യാനുണ്ടായിരുന്നത് അല്ലേ? ദെൻ എന്ത് ചെയ്യുന്നു? 10% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എത്ര കിട്ടി? 3,000. ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ എന്ത് ചെയ്യും? 31 ഡിസംബറിൽ തന്നെ അയാൾക്ക് ക്യാഷ് കൊടുക്കും സുനിൽ. എത്രയാണ് കൊടുക്കുക? ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ആയിട്ടുള്ള 15,000 പ്ലസ് 3,000 rupees ഇൻട്രസ്റ്റ്. സോ ദാറ്റ് വിൽ ബി 18,000. എത്ര കിട്ടി? 18,000 രൂപയായിരിക്കും ടോട്ടൽ എമൗണ്ട് ഉണ്ടാവുക. ഓക്കെ, തേർഡ് ഇയറിലേക്ക് വരുമ്പം 15,000 rupees ആണ് എന്ത് മക്കളെ അയാൾക്ക് പേ ചെയ്യാനുണ്ടായിരുന്നത് സുനിലിനെ. സോ 15,000 rupeesന് മുകളിൽ ആദ്യം എന്ത് ചെയ്യുന്നു? 10% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? സോ ആ ഒരു ഇൻട്രസ്റ്റും കൂടെ കൂട്ടി എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? തേർഡ് ഇയറിൽ പേ ചെയ്യുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ ഒരേ ഒരു ടെക്നിക്ക് മാത്രമേ ഉള്ളൂ. ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാനുള്ള സിമ്പിൾ ടെക്നിക്ക് എന്താ? പണം കൊടുക്കാനുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? ഇവിടെ സുനിൽ 45,000 കൊടുക്കാനുണ്ട്, ആ വർഷത്തെ ഇൻട്രസ്റ്റ് അതും കൊടുക്കാനുണ്ട്. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ 30,000 കൊടുക്കാനുണ്ട്, 3,000 ആ വർഷത്തെ പലിശയും കൊടുക്കാനുണ്ട്. തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ 15,000 കൊടുക്കാനുണ്ട്, ആ വർഷത്തെ പലിശ 1,500 കൊടുക്കാനുണ്ട്. സോ പണം കൊടുക്കാനുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റെക്കോർഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ഇനി പണം കൊടുത്തു കഴിഞ്ഞാലോ എവിടേക്ക് റെക്കോർഡ് ചെയ്യണം? നമ്മൾ നേരെ ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. ഫസ്റ്റ് ഇയറിൽ നമ്മൾ 15,000 പ്ലസ് ആ വർഷത്തെ പലിശ 4,500 19,500 കൊടുക്കുന്നു. സെക്കൻഡ് ഇയറിൽ 15,000 ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ് 3,000 കൊടുക്കുന്നു.
തേർഡ് ഇയറിലേക്ക് നോക്കുമ്പോൾ 15,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ് 1,500 കൊടുക്കുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ ലോൺ അക്കൗണ്ട്. പറഞ്ഞ കാര്യം ഓക്കെയാണോ മക്കളെ? സോ ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വളരെ നിർബന്ധമായിട്ടും എന്തൊക്കെ വന്നാലും മക്കളെ ഈ ചോദ്യം പഠിച്ചു വെക്കോ. എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.